ഹലോ, വെൽക്കം ടു സെറ്റപ്പ് എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മൾ ഇന്ന് 10 ഇയേഴ്സിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 6th ലെസൺ ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. 6th ലെസന്റെ പേര് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അതായത് മൂലകങ്ങളുടെ ആവർത്തിക പട്ടിക വർഗീകരണം. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ ഇപ്പോൾ ഹെഡിങ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ആദ്യം മനസ്സിലേക്ക് വരിക, എന്താണ് എലമെന്റ്സ് അല്ലെ? എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ആറ്റം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഒരു സിംഗിൾ ഒരൊറ്റ ആറ്റം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരൊറ്റ ആറ്റം വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ട് ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ ചുറ്റും ഒരുപാട് എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ട് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ എലമെന്റ്സിനൊക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 19th സെഞ്ചുറി, അതായത് 19ാം നൂറ്റാണ്ടിന്റെ സമയത്തൊക്കെ ഓൾമോസ്റ്റ് 60 എലമെന്റ്സോളം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 60 എലമെന്റ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 60 എലമെന്റ്സ് ഉള്ള സമയത്ത് അതിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്, അതിൽ ഓരോ എലമെന്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സമയത്തൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ 118 എലമെന്റ്സിനെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ എലമെന്റ്സിനെയും എടുത്ത് പഠിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, എന്തിനാണ് അതിനെ ക്ലാസിഫൈ ചെയ്തതെന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു മരുന്ന് കുടിക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ അയാൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് നമുക്ക് ആ മരുന്ന് എടുത്തരും അല്ലെ? എങ്ങനെയാണ് അവർക്ക് അത് പോസിബിൾ ആവുന്നത്? അവര് മരുന്നുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വൃത്തിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തരം തിരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തരം തിരിച്ച് വെക്കുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുക? നമ്മളൊരു മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് കൃത്യമായിട്ട് നമുക്ക് എടുത്തു തരും അല്ലെ? അപ്പൊ ഇതേപോലെ തന്നെ എലമെന്റ്സിനെ, ഇപ്പൊ 118 എലമെന്റ്സ് എന്ന് പറഞ്ഞു, ഇവരെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇവരെയും വൃത്തിയിൽ ഇങ്ങനെ ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓരോന്നിനും എടുത്ത് പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ക്ലാസിഫൈ ചെയ്തത്? നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ? സിസ്റ്റമാറ്റിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാനും റിമെമ്പർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു 19th സെഞ്ചുറിയിലെ സമയത്തൊക്കെ 60 എലമെന്റ്സോളം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്ത് വന്നത് എന്നൊക്കെ ഉള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എലമെന്റ്സിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. അതായത് മെറ്റലുകളും നോൺ മെറ്റലുകളും ആയിട്ടാണ് തരംതിരിച്ചത്. എലമെന്റ്സിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് മെറ്റലും നോൺ മെറ്റലും ആയിട്ടാണ്. അപ്പോൾ മെറ്റലും നോൺ മെറ്റലും ആയി ക്ലാസിഫൈ ചെയ്ത സമയത്ത് ജർമാനിയം അതുപോലെ തന്നെ ആന്റിമണി എന്നൊക്കെ പറഞ്ഞ മെറ്റൽസ് എലമെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ മെറ്റൽ ആയിട്ടോ നോൺ മെറ്റൽ ആയിട്ടോ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഇവരെന്ത് ചെയ്തു? രണ്ടാളുടെയും സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ മെറ്റൽ ആയിട്ടോ നോൺ മെറ്റൽ ആയിട്ടോ തരംതിരിക്കാൻ പറ്റിയില്ല. ആരെ? ജർമാനിയം, ആന്റിമണി എന്ന് പറഞ്ഞ എലമെന്റ്സിനൊക്കെ. അപ്പൊ ഇവരെന്ത് ചെയ്തു? രണ്ടുപേരുടെ സ്വഭാവം കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തില്ല? പിന്നീട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് പിന്നെ തള്ളിക്കളയാണ് ചെയ്തത്. അതായത് എലമെന്റ്സ് ആദ്യമായി ക്ലാസിഫൈ ചെയ്തത് രണ്ടായിട്ടാണ് തരംതിരിച്ചത്, മെറ്റലുകളും നോൺ മെറ്റലുകളും. അപ്പൊ എന്ത് സംഭവിച്ചു? മെറ്റലും നോൺ മെറ്റലായി ക്ലാസിഫൈ ചെയ്ത സമയത്ത് ചില എലമെന്റ്സ്, അതായത് ജർമാനിയം, ആന്റിമണി പോലുള്ള എലമെന്റ്സുകളൊന്നും അവരെന്ത് ചെയ്തു? മെറ്റലുകളുടെയും നോൺ മെറ്റലുകളുടെയും സ്വഭാവങ്ങൾ, അതായത് അവരുടെ പ്രോപ്പർട്ടീസ്, രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് കാണിച്ചുകൊണ്ട് തന്നെ ഇതിന് ഒന്നുകിൽ മെറ്റലോ അല്ലെങ്കിൽ നോൺ മെറ്റലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? തരംതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാൻ പോവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 4 മേജർ ക്ലാസിഫിക്കേഷൻസ് ആണ്. ആയിട്ട് പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഡോബറെയ്നർ ട്രയാഡ്സ്. 4 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഒന്നായിട്ട് പറയാൻ പോകുന്നത് ഡോബറെയ്നർ ട്രയാഡ്സ് ആണ്. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. നാലാമതായിട്ട് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ആണ്. ട്രയാഡ്സ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോ 1829 JW ഡോബറെയ്നർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എലമെന്റുകളെ, സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റുകളെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കി അതിനെന്ത് വിളിച്ചു? ട്രയാഡ്സ് എന്ന് വിളിച്ചു. ഇതാണ് ഡോബറെയ്നർ ട്രയാഡ്സിൽ ഉണ്ടത്. അതായത് സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റുകളെ ഒറ്റ ഗ്രൂപ്പ് ആക്കി. അപ്പൊ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്നല്ലേ? അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ എന്ത് വിളിച്ചു? ട്രയാഡ്സ് എന്ന് വിളിച്ചു.
ഈ 3 എലമെന്റ്സ് ട്രയാഡ്സിലെ 3 എലമെന്റ്സിലും എന്താണ് സിമിലർ, ഒരേപോലത്തെ ഉള്ള ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു, ഒരേ സ്വഭാവമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് ട്രയാഡ്സ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എലമെന്റുകളെ അതിന്റെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ, ആറ്റോമിക് മാസിന്റെ കൂടുന്ന രീതിയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ആ എലമെന്റിന്റെ ആദ്യത്തെ എലമെന്റിന്റെ ആറ്റോമിക് മാസും ലാസ്റ്റ് തേർഡ് എലമെന്റിന്റെ ആറ്റോമിക് മാസിന്റെ സം എടുത്ത് അതിന്റെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത്, അതായത് അതിന് മീൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെന്ററിലുള്ള എലമെന്റിന് ആറ്റോമിക് മാസ് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ട് 3 എലമെന്റ്സിന് സിമിലർ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിനൊക്കെ ഗ്രൂപ്പ് ആക്കി. ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രയാഡ്സ് എന്ന് വിളിക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം 3 എലമെന്റ്സ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ആണ്. കാണാണ്ടല്ലോ, ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 7. സോഡിയത്തിന്റെ എത്രയാണ്? 23. പൊട്ടാസ്യം 39. അപ്പൊ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ എലമെന്റ്സ് എഴുതി 3 ആയിട്ടുള്ള ഒറ്റ ഗ്രൂപ്പ് ആക്കി. ഇനി ആദ്യത്തെ എലമെന്റിന്റെ ആറ്റോമിക് മാസ്, അതായത് ലിഥിയത്തിന്റെ ആറ്റോമിക് മാസും പൊട്ടാസ്യത്തിന്റെ 39 എന്ന് പറഞ്ഞ ആറ്റോമിക് മാസും സം ചെയ്ത് രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2, അതായത് അതിന്റെ മീന് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ശരാശരി കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സെന്ററിലുള്ള, നടുവിലുള്ള, മിഡിലുള്ള എലമെന്റിന്റെ ആറ്റോമിക് മാസ് കിട്ടും. കറക്റ്റ് അല്ലേ? ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 7 പ്ലസ് പൊട്ടാസ്യത്തിന് എത്രയാണ്? 39 ഡിവൈഡഡ് ബൈ 2, മീന് കാണാൻ ഡിവൈഡഡ് ബൈ 2 കണ്ടു. അപ്പൊ എത്ര കിട്ടി? 23 കിട്ടി. ഈ 23 എന്ന് പറഞ്ഞത് ആരുടെ ആറ്റോമിക് മാസ് ആണ്? സെന്ററിലുള്ള എലമെന്റിന്റെ ആറ്റോമിക് മാസ് ആണ്. അതായത് ഡോബറിന്റെ ട്രയാഡ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ്സിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കൂടുന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ഒരേ സ്വഭാവം കാണിക്കുന്ന 3 എലമെന്റുകളെ ഒറ്റ ഗ്രൂപ്പ് ആക്കി. അതിന് നമ്മൾ എന്ത് പേര് പറഞ്ഞു വിളിച്ചു? ട്രയാഡ്സ് എന്ന് പറഞ്ഞു വിളിച്ചു. ട്രയാഡ്സിൽ എന്താണ്? ആദ്യത്തെ എലമെന്റിന്റെ ആറ്റോമിക് മാസും മൂന്നാമത്തെ എലമെന്റിന്റെ ആറ്റോമിക് മാസും സം ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെയും ലാസ്റ്റത്തെയും തേർഡ് എലമെന്റിന്റെയും മീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ, സെന്ററിലുള്ള എലമെന്റിന്റെ ആറ്റോമിക് മാസ് കിട്ടും. ഇതാണ് ഡോബറിന്റെ ട്രയാഡ്സിൽ പറയുന്നത്. മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ്, മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റ് 2 മൂലകങ്ങളുടെ ആറ്റോമിക് മാസിന്റെ ശരാശരിക്ക് തുല്യമായിരിക്കും. എക്സാമ്പിൾ എന്താണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പൊ 7 പ്ലസ് 39 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അദ്ദേഹത്തെ ഇത് മോഡൽ പിന്നീട് തള്ളിക്കളയാണ് ചെയ്തത്. നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വഭാവമുള്ള 3 എലമെന്റുകളെ ഒറ്റ ഗ്രൂപ്പ് ആക്കി എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഈ ഡോബർ ഇന്നറിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എലമെന്റുകളെയും ഇതുപോലെ 3 എലമെന്റുകൾ അടങ്ങിയ ഗ്രൂപ്പുകൾ ആക്കാൻ പറ്റിയില്ല. അതായത് എല്ലാ എലമെന്റുകളെയും ഇതുപോലെ ട്രയാഡ്സുകൾ ആക്കാൻ പറ്റിയില്ല. സോ ദാറ്റ് എന്ത് ചെയ്തു? ആ മോഡൽ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇതും തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത മോഡലിൽ നോക്കാൻ പോവാം. നെക്സ്റ്റ് മോഡൽ എന്താണ്? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1864 ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റ് ആയിട്ടുള്ള ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂലകങ്ങളെ അവരുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ്റോമിക് മാസിന്റെ കൂടുന്ന രീതിയിൽ ഇൻക്രീസിങ് ഓർഡറിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മൂലകത്തിന്റെ സ്വഭാവവും അത് കഴിഞ്ഞ് വരുന്ന എട്ടാമത്തെ മൂലകത്തിന്റെ സ്വഭാവവും എന്താണ്? സിമിലർ ആണെന്നാണ് പറയുന്നത്. ഒരേ സ്വഭാവമാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സ രി ഗ മ പ ദ നി സ എന്ന് പറയില്ല. നമ്മളൊരു മ്യൂസിക് നോട്ട് ഉണ്ടല്ലോ, സ രി ഗ മ പ ദ നി സ. ഇപ്പൊ സ കഴിഞ്ഞ് കഴിഞ്ഞാൽ രി ഗ സ ഒന്നാന്ന് വിചാരിക്കാം. രി ഗ മ പ ദ നി സ. സ പിന്നെ എത്തുമ്പോ എന്താണ്? 1ഉം 8ഉം ആണ് അല്ലെ. ആദ്യത്തെ സ കഴിഞ്ഞ് പിന്നെ സ വരുന്നത് എന്താണ്? എട്ടാമതായിട്ടാണ്. അതായത് എലമെന്റ്സുകളെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിന്റെ കൂടുന്ന രീതിയിൽ നമ്മൾ എലമെന്റുകളെ, മൂലകങ്ങളെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂലകത്തിന്റെ സ്വഭാവവും എട്ടാമത്തെ മൂലകത്തിന്റെ സ്വഭാവവും എന്താണ്? സിമിലർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ എന്താണ് പറയുന്നത് നോക്കിക്കോ. ഒക്ടേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 എന്നുള്ളതല്ലേ. അപ്പൊ എട്ടാമതായിട്ട് വരുന്ന എലമെന്റിന്റെ സ്വഭാവം ആദ്യത്തെ എലമെന്റിനോട്
ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കാം. മാസ് ബേസിസ്, ഇവിടെ എങ്ങനെയാണ് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തത്? ആറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ ആറ്റോമിക മാസ് കൂടുന്നതനുസരിച്ച് മൂലകങ്ങൾ എങ്ങനെ എഴുതി പോയി. അപ്പൊ എന്താ സംഭവിച്ചത്? ആദ്യത്തെ മൂലകത്തിന് എട്ടാമത്തെ മൂലകത്തിന്റെ അതേ സ്വഭാവം, അതായത് ഓരോ എട്ടാമത്തെ എലമെന്റും ആദ്യത്തെ മൂലകത്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. എന്തുപോലെ? നമ്മളിപ്പോ സാരിഗാമ മ്യൂസിക് നോട്ട് പോലെ തന്നെ കാണിച്ചു തുടങ്ങി. അതിപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, 7 എത്തിയിട്ടോ. ഫ്ലൂറിൻ എത്തിയപ്പോ 7 ആയി. 7 കഴിഞ്ഞാൽ പിന്നെ എട്ടാമതായിട്ട് വരുന്നത് സോഡിയാണ്. സോഡിയത്തിന് ലിഥിയത്തിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, അതേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലിഥിയത്തിന്റെ തൊട്ട് താഴെയായിട്ട് ആരെഴുതി? സോഡിയം എഴുതി. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷനും പിന്നീട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും 40 വരെ ആറ്റോമിക് മാസ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 19th സെഞ്ചുറിയുടെ മിഡിലൊക്കെ 60 എലമെന്റ്സോളം കണ്ടുപിടിച്ചിട്ടുണ്ടായി, 60 മൂലങ്ങളോടും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മോഡൽ അനുസരിച്ച്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച്, ഈ ഒരു തരംതിരിക്കൽ അനുസരിച്ച് 40 മൂലകങ്ങൾ, ആറ്റോമിക് മാസ് 40 വരെയുള്ള മൂലകങ്ങളെയാണ് ഇത്തരത്തിൽ തരംതിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മോഡൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പൊ നമുക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ അത് മാത്രല്ല, നോബിൾ ഗ്യാസുകളെ കണ്ടെത്തിയതോട് കൂടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ എലമെന്റിന്റെ അതേ സ്വഭാവം കാണിക്കുന്നത് എട്ടാമത്തെ മൂലകമല്ല, 9ാമത്തെ മൂലകമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂലകങ്ങളെ അവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൽ എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ എലമെന്റിന്റെ അതേ സ്വഭാവമായിരിക്കും എട്ടാമതായിട്ട് വരുന്ന മൂലകത്തിന് വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു മോഡൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പൊ എക്സിസ്റ്റൻസിൽ ഇല്ല. കാരണം അതിന്റെ ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. ഒന്നെന്താണ്? 40 വരെ ആറ്റോമിക മാസ് 40 വരെയുള്ള മൂലകങ്ങളെ മാത്രം ഇത്തരത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ ഡീമെറിറ്റ്. രണ്ടാമതായിട്ട് പറയുന്നത്, നോബിൾ ഗ്യാസുകൾ കണ്ടെത്തിയതോട് കൂടിയിട്ട് ആദ്യത്തെ മൂലകത്തിന്റെ അതേ സ്വഭാവം കാണിക്കുന്ന ആൾ എന്ന് പറയുന്നത് 9ാമത്തെ മൂലകമാണ്, 8ാമത്തെ ആളല്ല എന്നാണ് കണ്ടെത്തിയത്. അതോടുകൂടി എന്ത് ചെയ്തു? ഈ മോഡലും തള്ളിക്കളഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഈ 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഡോബറൈനർ ട്രയാഡ്സ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റീവ്സ്. ഈ 2 ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. രണ്ടും വർക്കിംഗ് ആയിരുന്നില്ല. കാരണം എന്തൊക്കെയോ കുറച്ച് ഫ്ലോസ് ഒക്കെ ഇതിനുണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ക്ലാസിഫിക്കേഷനിൽ പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. മെന്റലീവ് പീരിയോഡിക് ടേബിൾ. മെന്റലീവ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ, മെന്റലീവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കൊണ്ടുവന്നതാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. മെന്റലീവ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ഡിമിട്രി ഇവാനോവിച്ച് മെന്റലീവ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് കൊണ്ടുവന്നതാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂലകങ്ങളുടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മൂലകങ്ങളുടെ അവരുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, മൂലകങ്ങൾ അവരെ ആറ്റോമിക് മാസിന്റെ കൂടുന്നതനുസരിച്ച് ഇങ്ങനെ എഴുതി അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്ത് കാണുന്നുണ്ടായിരുന്നു? ഒരു എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി ഉള്ള ആളിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു. അതായത് ഈ ഒരു മോഡൽ അനുസരിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ആറ്റോമിക് മാസസ്. അതായത് മൂലകങ്ങളുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. അതായത് എലമെന്റ്സുകളെ, മൂലകങ്ങളെ അവരുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക മാസ് കൂടുന്നതനുസരിച്ചുള്ള രീതിയിൽ എഴുതി വന്നപ്പോ എന്ത് ചെയ്തു? അവരുടെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഒരേ സ്വഭാവമുള്ള എലമെന്റ്സ് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ്, ഒരു പ്രത്യേക സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവരെ പിന്നെയും കാണാൻ തുടങ്ങി. അതായത് ആദ്യത്തെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു എലമെന്റ് ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കുമല്ലോ, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു ഭൗതിക രാസപരമായിട്ടുള്ള ഒരു ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ എഴുതി വന്ന സമയത്ത് ആദ്യത്തെ ആ എലമെന്റിന്റെ, ആ മൂലകത്തിന്റെ അതേ പ്രോപ്പർട്ടി, അതേ സ്വഭാവമുള്ള എലമെന്റിനെ ഒരു നിശ്ചിത സമയം ഇടവേള കഴിഞ്ഞപ്പോൾ പിന്നെയും കാണാൻ തുടങ്ങി. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എലമെന്റ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, ആറ്റോമിക് മാസ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ എഴുതി വന്നപ്പോ എന്ത് ചെയ്തു?
ആദ്യത്തെ മൂലകത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാരെ പിന്നെയും ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം എന്ത് ചെയ്തു, അതേ സ്വഭാവമുള്ള മറ്റ് എലമെന്റുകളെ വന്നു അദ്ദേഹം അതിനെന്ത് ചെയ്തു, ഒന്നാമത്തെ എലമെന്റിന് താഴെ അതേ സ്വഭാവമുള്ള ആൾക്കാരെ എഴുതി വെച്ചു. ഇനി ഈ പീരിയോഡിക് ടേബിളിൽ മെന്റലിന്റെ പീരിയോഡിക് ടേബിൾ നമുക്ക് നോക്കി നോക്കാം. മെന്റലിന്റെ പീരിയോഡിക് ടേബിൾ ഇപ്പൊ എന്താ അവിടെ കാണുന്നത്? നേരത്തെ കണ്ട രണ്ട് ക്ലാസിഫിക്കേഷനും ഡോബറൈനർ ട്രയാഡ്സ് ആയിക്കോട്ടെ, അതിനുശേഷം നമ്മൾ പഠിച്ചത് ലോ ഓഫ് ഒക്ടേവ്സ്, ഇതിൽ രണ്ടിലും മൂലകങ്ങളെ ഒരു ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല അല്ലെ. മെന്റലീവ് ആണ് ഒരു ടേബിൾ ഒക്കെ ആയിട്ട് ഒന്ന് ഈസി ആയിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു ടേബിൾ കാണാനുണ്ട്, കുറെ റോസ് ഉണ്ട്, കുറെ കോളംസ് ഉണ്ട് അല്ലെ. അപ്പൊ അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെ ഇവിടെ ഗ്രൂപ്പ് പീരീഡ് നോക്കണം. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെ ഒരു പേര് പറഞ്ഞു വിളിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൊറിസോണ്ടൽ റോസിന് നമ്മൾ പറയുന്ന പേരാണ് പീരീഡ് എന്ന്. എന്താണ് പറയാ? ഹൊറിസോണ്ടൽ റോസിന് നമ്മൾ പറയുന്ന പേരാണ് പീരീഡ് എന്ന്. ഹൊറിസോണ്ടൽ റോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര പീരീഡ് ഉണ്ട് നോക്കിക്കോ. 1 2 3 4 5 6 അല്ലെ. 6 പീരീഡുകൾ ഉണ്ട്. അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ 6 പീരീഡുകൾ ഉണ്ട്. ഇനി മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് നോക്കാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോളംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എത്ര വെർട്ടിക്കൽ കോളംസ് ഉണ്ട് നോക്കിക്കോ. 1 2 3 4 5 6 7 8 8 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോ സിമ്പിൾ ആയിട്ട് പറയണേ, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളിലെ അവരുടെ ആറ്റോമിക് മാസ് കൂടുന്നതിനനുസരിച്ച് എഴുതി വന്നപ്പോ ഒരു മൂലകത്തിന്റെ അതേ സ്വഭാവമുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, ഒരു മൂലകത്തിന്റെ സ്വഭാവമുള്ള ആളെ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം എന്ത് ചെയ്തു, പിന്നെയും അതേ സ്വഭാവമുള്ള ആളെ കണ്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ആ ആളിനെ മറ്റേതിന്റെ നേരെ തൊട്ട് താഴെയായിട്ട് എഴുതി. അങ്ങനെ എഴുതി വന്നിട്ട് ഒരു ടേബിൾ അദ്ദേഹം ഉണ്ടാക്കി. ആ ടേബിളിൽ നമുക്ക് നോക്കുമ്പോൾ ഗ്രൂപ്പ് പീരീഡ് കാണാൻ പറ്റും. ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പീരീഡ് എന്ന് വിളിച്ചു. മെന്റലി പീരിയോഡിക് ടേബിളിൽ 6 പീരീഡുകളാണുള്ളത്. ഇനി വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ഗ്രൂപ്പുകൾ എന്ന് വിളിച്ചു. എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 8 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് എഴുതിയിട്ടുള്ളത് റോമൻ ലെറ്റേഴ്സിൽ, അവിടെ മേലെ കാണാൻ പറ്റും. റോമൻ ലെറ്റേഴ്സിലാണ് 1 2 3 4 5 6 7 8 എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് അറബിക് ന്യൂമറൽസിൽ 6 വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ മെന്റലി പീരിയോഡിക് ടേബിളിൽ പിന്നെ ഒരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതായത് ആദ്യത്തെ 1 2 3 4 5 6 7 ഗ്രൂപ്പുകളെ സബ് ഗ്രൂപ്പുകളായിട്ട് പിന്നെയും ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 7 ഗ്രൂപ്പുകളെയും പിന്നെയും ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു, തരംതിരിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ 7 ഗ്രൂപ്പുകളെ A B എന്ന് പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിനെയും പിന്നെയും സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചതായിട്ട് കാണാൻ പറ്റും. ഇനി പിന്നെ പ്രത്യേകത കാണാൻ പറ്റുന്നില്ലേ? പീരീഡ് നോക്കി നോക്കുക. ആദ്യത്തെ പീരീഡിൽ കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ പീരീഡും കുഴപ്പമില്ല, 3ഉം കുഴപ്പമില്ല. 4 5 6 ഒക്കെ എത്തുമ്പോ ഓരോ പീരീഡിലും 2 നിരയായിട്ട് മൂലകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. കാണാണ്ടല്ലോ, 2 നിരയായിട്ട് മൂലകങ്ങൾ എഴുതിയ കാണാൻ പറ്റും. ഇനി 7ാമത്തെ ഗ്രൂപ്പില് ഒരു പ്രത്യേകത കാണുന്നില്ലേ? 7ാമത്തെ ഗ്രൂപ്പില് 3 മൂലകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 7ാമത്തെ ഗ്രൂപ്പ് പറയുമ്പോൾ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ പീരീഡുകളിലായിട്ട് മൂലകങ്ങൾ 3 എണ്ണം എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലുള്ള പ്രത്യേകതകൾ പറയുന്നത്. ഇനി നമുക്ക് മെന്റലി പീരിയോഡിക് ടേബിളിലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. മെറിറ്റ്സ് എന്താണ്? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും എല്ലാ മൂലകങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് അതുവരെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ മൂലകങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു, തരംതിരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടേബിളിൽ. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആറ്റോമിക് മാസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുത്തി എഴുതിയിട്ടുണ്ട്. അതായത് ചില ആറ്റോമിക് മാസുകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ചില ആറ്റോമിക് മാസുകൾ അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇതിൽ നോക്കുമ്പോൾ, ഈ ടേബിളിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വാക്കന്റ് ആയിട്ടുള്ള സ്പേസുകൾ കാണാൻ പറ്റും അല്ലെ. അതായത് ഒന്നും എഴുതാത്ത കുറെ സ്ഥലങ്ങൾ, അദ്ദേഹം ഇങ്ങനെ ഒന്നും എഴുതാത്ത വാക്കന്റ് ആയിട്ടുള്ള സ്പേസുകൾ വിട്ടിട്ടുണ്ടായിരിക്കുക. അതായത് ആ ഭാഗങ്ങളിലൊക്കെ ഭാവിയിൽ എന്ത് ചെയ്യും, എലമെന്റുകൾ മൂലകങ്ങൾ എന്ത് ചെയ്യും, കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ വിട്ടു. അതായത്
മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് വാക്കന്റ് ആയിട്ടുള്ള ശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ ശൂന്യ സ്ഥലങ്ങളിലൊക്കെ ആ വാക്കന്റ് സ്പേസസിലൊക്കെ പിന്നീട് ഭാവിയിൽ എന്ത് ചെയ്യും, മൂലകങ്ങളെ കണ്ടെത്തും, ഡിസ്കവർ ചെയ്യുമെന്ന് മെന്റലീവ് പറഞ്ഞു. അത് മാത്രമല്ല അവിടെ ഇനി ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങളുടെ പ്രത്യേകതകളും അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞു. അവരുടെ ഇനി കണ്ടെത്താൻ പോകുന്ന മൂലകങ്ങൾക്ക് എന്തൊക്കെയാണ് അവരുടെ സ്വഭാവം എന്നുള്ളത് ആര് പറഞ്ഞു, മെന്റലീവ് പറഞ്ഞു. അതാണ് മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. എന്താണ് പിന്നെ അടുത്തതായിട്ട് ഒരു മെറിറ്റ് പറയുകയാണെങ്കിൽ മെന്റലീവ് എന്ത് ചെയ്തു, ഗ്രൂപ്പ് പീരീഡുകളായിട്ട് എലമെന്റുകൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടില്ല. ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പൊസിഷൻ കൊടുത്തിട്ടില്ല. ഡീമെറിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഐസോടോപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാർബൺ ഐസോടോപ്പ് എന്താണ്, കാർബൺ 612ഉം കാർബൺ 614ഉം. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറ്റോമിക നമ്പർ എന്തായിരിക്കും, തുല്യമായിരിക്കും. മാസ് നമ്പർ എന്തായിരിക്കും, തുല്യമാവില്ല. അതായത് മെന്റലി പീരിയോഡിക് ടേബിൾ അനുസരിച്ചിട്ട് എന്തിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മൂലകങ്ങളുടെ അവരുടെ മാസ് സംഖ്യ അനുസരിച്ചിട്ടാണ്, അവരുടെ ആറ്റോമിക മാസ് അനുസരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം മാസ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസുകൾ അനുസരിച്ച് ഇപ്പൊ കാർബണിന് തന്നെ 2 ഐസോടോപ്പുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ, 2-3 ഐസോടോപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ കാർബണിന്റെ 2 മാസിൽ ആൾക്കാരുണ്ട്. ഇപ്പൊ കാർബൺ 12ഉം ഉണ്ട്, കാർബൺ 14ഉം ഉണ്ട്. ഇപ്പൊ കാർബൺ 12നും കാർബൺ 14നും സ്ഥലം കൊടുക്കേണ്ടതാണ് പീരിയോഡിക് ടേബിൾ. പക്ഷെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ കാർബണിന് ഒറ്റ കാർബണിനെ സ്ഥലം കൊടുത്തിട്ടുള്ളൂ. അതായത് ഐസോടോപ്പുകൾ അദ്ദേഹം എന്ത് ചെയ്തില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. ഐസോടോപ്പുകൾക്ക് പൊസിഷൻ കൊടുത്തിട്ടില്ല. അതേ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡീമെറിറ്റ് ആണ്. ഡീമെറിറ്റ് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോമലസ് പെയർസ് ഓഫ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ടെലൂറിയം ഒക്കെ കാണാൻ പറ്റും. ടെലൂറിയം 127, ടെലൂറിയം 127 ഇവിടെ കാണുന്നുണ്ടല്ലോ. 5ാമത്തെ പീരീഡിലായിട്ട് കാണുന്നുണ്ടായിരിക്കും ടെലൂറിയം 127ഉം. അത് കഴിഞ്ഞിട്ട് അയോഡിൻ 126. നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ എഴുതുന്നത് എങ്ങനെയാണ്, അവരുടെ ആറ്റോമിക നമ്പർ എന്ത് ചെയ്യണം, കൂടുന്നതനുസരിച്ചിട്ടാണ് അല്ലെ. ആറ്റോമിക മാസ് കൂടുന്നതനുസരിച്ചാണ്. ഇവിടെ മാസ് കൂടുകയാണോ കുറയാണോ ചെയ്തത്, ആദ്യം ടെലൂറിയം ആണ് എഴുതിയിട്ടുള്ളത്, 127 ആണ്. എന്നിട്ടാണ് അയോഡിൻ എഴുതിയിട്ടുള്ളത് 126. ആറ്റോമിക മാസ് കൂടുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം ആരെ എഴുതണം, മാസ് കൂടുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം ആരെ എഴുതേണ്ടത്, അയോഡിൻ അല്ലേ എഴുതേണ്ടത്. 126 കഴിഞ്ഞിട്ടല്ലേ 127 വരിക. പക്ഷെ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്, ആദ്യം മാസ് കൂടിയാളും പിന്നെ കുറഞ്ഞാളും. തെറ്റിയില്ല, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു അല്ലെ. അതായത് അനോമലസ് ആയിട്ടുള്ള ഒരു പെയർ വന്നു അവിടെ. അതാണ് മൂന്നാമത്തെ ഒരു ഡീമെറിറ്റ് പറയുന്നത്. ഒരേ സിമിലർ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ എന്ത് ചെയ്തു, ഒരേ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ അദ്ദേഹം എന്ത് ചെയ്തു, ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഇട്ടു. അതേപോലെ തന്നെ ഒരേ പ്രോപ്പർട്ടി ഇല്ലാത്ത, ഡിസിമിലർ ആയിട്ടുള്ള ഒരേ പ്രോപ്പർട്ടി ഇല്ലാത്ത മൂലകങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഇട്ടു. ഇപ്പോ ഇതിൽ കാണാൻ പറ്റും ആദ്യത്തെ ഗ്രൂപ്പില് കോപ്പറും സിൽവർ ഒക്കെ കാണാൻ പറ്റും. കോപ്പർ, സിൽവർ ഇവർക്കൊക്കെ എന്താണ്, സോഡിയം, ലിഥിയം ഒക്കെ പോലുള്ള മൂലകങ്ങളുടെ അതേ സ്വഭാവം ഒന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തു, അതിനൊക്കെ ഒരേ ഗ്രൂപ്പിലിട്ടു. അതായത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് മൂലകങ്ങൾ അറേഞ്ച് ചെയ്തതെന്നൂടെ പറയാം. എങ്ങനെയാണ് മൂലകങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് കൂടുന്നതനുസരിച്ച് എഴുതി. അപ്പൊ എഴുതിയ സമയത്ത് എങ്ങനെയായിരുന്നു, ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പൊ ഒരേ സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ ഒരു ഗ്രൂപ്പുകളിലാക്കി എഴുതി വെച്ചു. അപ്പൊ ആ ടേബിൾ, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എന്താണ് കാണാൻ പറ്റുന്നത്, കുറച്ച് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും, കുറച്ച് പീരീഡുകൾ കാണാൻ പറ്റും. അതായത് റോസ് കോളംസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പീരീഡ് എന്നും വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ ഗ്രൂപ്പ് എന്നും വിളിച്ചു. എത്ര ഗ്രൂപ്പുകൾ, എത്ര പീരീഡുകൾ. ഗ്രൂപ്പുകൾ എത്ര എണ്ണമാണ്, 8 ഗ്രൂപ്പുകളാണ്. പീരീഡുകൾ എത്ര എണ്ണയാണ്, 6 പീരീഡുകളാണ്. ഇനി ഗ്രൂപ്പുകളിലും പീരീഡിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടോ, ഇപ്പൊ കാണാൻ പറ്റും 8ാമത്തെ ഗ്രൂപ്പിൽ നോക്കിക്കോ. 8ാമത്തെ ഗ്രൂപ്പ് അല്ല, ഗ്രൂപ്പുകൾ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്, റോമൻ ലെറ്റേഴ്സിലാണ്. പീരീഡുകൾ എഴുതിയിട്ടുള്ളത് അറബിക് ന്യൂമറൽസിലാണ്. പിന്നെ പറയുന്നത് എന്താണ്, 4, 5, 6 പീരീഡുകളിൽ 2 നിരയായിട്ട്, 2 സീരീസ് ആയിട്ടാണ് എലമെന്റുകൾ, മൂലകങ്ങൾ എഴുതിയിട്ടുള്ളത് അല്ലെ. അത് മാത്രല്ല 1 മുതൽ 7 വരെയുള്ള ഗ്രൂപ്പുകളിനെ സബ് ഗ്രൂപ്പുകളായിട്ട് പിന്നെയും ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. AB എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ, അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് മെന്റലി പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യം. ഇനി ഇതിന്റെ മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ്, ഇതിന്റെ നല്ല വശം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്.
എല്ലാ മൂലകളും ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ക്ലാസിഫൈ ചെയ്യാൻ പറ്റി, തരംതിരിക്കാൻ പറ്റി. രണ്ടാമത്തെ മെറിറ്റ് എന്താണ് പറഞ്ഞത്? ചില ആൾക്കാരുടെ ആറ്റോമിക് മാസ് ആ സമയത്ത് കണ്ടുപിടിച്ച തെറ്റായിരുന്നു. അദ്ദേഹം അത് എന്ത് ചെയ്തു? തിരുത്തി എഴുതി. ബെറീലിയം പോലെയുള്ള മൂലകങ്ങളുടെ ആറ്റോമിക് മാസ് എന്ത് ചെയ്തു? അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് എഴുതി. പിന്നെ മൂന്നാമതായിട്ട് എന്താണ്? വാക്കന്റ് ആയിട്ടുള്ള ശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ പീരിയോഡിക് ടേബിളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? അദ്ദേഹം ഭാവിയിൽ അവിടെ മൂലകങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വാക്കന്റ് ആയിട്ടുള്ള ശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ വിട്ടു. സ്ഥലം വിടുക മാത്രമല്ല ചെയ്തത്, അവിടെ എങ്ങനത്തെ എന്ത് സ്വഭാവമുള്ള മൂലകങ്ങളാണ് അവിടെ വരിക എന്നുള്ളത് ഈ ഡിസ്കവർ ചെയ്യാൻ പോകേണ്ട, കണ്ടെത്തേണ്ട മൂലകങ്ങളുടെ സ്വഭാവം വരെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പിന്നെ ഇതിന്റെ ഡീമെറിറ്റുകൾ നോക്കുകയാണെങ്കിൽ, ഡീമെറിറ്റ്സ് എന്താണ്? നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആറ്റത്തിന് എന്ത് ചെയ്തില്ല? പൊസിഷൻ കൊടുത്തിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഐസോടോപ്പുകൾക്ക് പൊസിഷൻ കൊടുത്തില്ല. ഐസോടോപ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മാസ് വ്യത്യാസമുള്ള ആൾക്കാരാണ്. മാസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാർബൺ തന്നെ 12ഉം 14ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് അനുസരിച്ച്, മാസ് കൂടുന്നതനുസരിച്ചാണല്ലോ എഴുതുന്നത്. അപ്പൊ കാർബൺ 12 ആദ്യം എഴുതി, പിന്നെ കാർബൺ 14 എഴുതി, അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ടേബിളിൽ ഒറ്റ കാർബണേ കാണാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഐസോടോപ്പുകൾക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? പൊസിഷൻ കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ ഡീമെറിറ്റ് നമ്മൾ എന്താ പറയുന്നത്? അനോമലസ് പെയേഴ്സ് പറഞ്ഞില്ലേ, ടെലൂറിയം അയഡിൻ ഒക്കെ പോലെയുള്ള ചില പെയേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. അതായത് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ഇൻക്രീസിങ് ഓർഡറിലല്ലേ പോകേണ്ടത്. പക്ഷെ ചില സ്ഥലത്ത് അത് എന്ത് ചെയ്തിട്ടില്ല? ഫോളോ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. പിന്നെന്താണ് ഒരു ഡിമെറിറ്റ് ആയിട്ട് പറഞ്ഞത്? ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഇട്ടു. അതേപോലെ തന്നെ ഡിഫറെന്റ് സ്വഭാവമുള്ള ആൾക്കാരെ മൂലകങ്ങൾ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പ് കിട്ടും. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ കോപ്പറും സിൽവറും ഒക്കെ, സോഡിയം ലിഥിയം പോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാരല്ല, പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പിൽ ഇട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളും അതിന്റെ മെറിറ്റുകളും ഡീമെറിറ്റുകളും. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് മെന്റലിന്റെ പീരിയോഡിക് ടേബിളിന്റെ ലിമിറ്റേഷൻസ് അഥവാ പ്രധാന പരിമിതികൾ കാണുന്നുണ്ടല്ലോ. ഹൈഡ്രജന് പൊസിഷൻ കൊടുത്തിട്ടില്ല, ഹൈഡ്രജന് സ്ഥാനം നൽകിയിട്ടില്ല. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഐസോടോപ്പിന് പൊസിഷൻ. ഐസോടോപ്പുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല? പൊസിഷൻ കൊടുത്തില്ല. നമ്മൾ പറഞ്ഞു കാർബൺ 12ഉം കാർബൺ 14 ഒന്നും പൊസിഷൻ കൊടുത്തിട്ടില്ല, ഒറ്റ കാർബണേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അനോമലസ് പെയേഴ്സ്, അതായത് അപാകത നിറഞ്ഞ ജോഡികൾ, നമ്മൾ ടെലൂറിയം അയഡിൻ ഒക്കെ പറഞ്ഞ പോലത്തെ ആൾക്കാർ. ഇതൊക്കെയാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു ഡീമെറിറ്റുകൾ ഉണ്ട്, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അല്ലെ. കുഴപ്പങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയതായിട്ടൊരു പീരിയോഡിക് ടേബിൾ വരികയാണ്. അതിന് നമ്മൾ എന്ത് പറഞ്ഞു? മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ ആധുനിക പീരിയോഡിക് ടേബിൾ അനുസരിച്ച് ആധുനിക ആവർത്തന നിയമം എന്താ നോക്കി നോക്കാം. അതായത് മോഡേൺ പീരിയോഡിക് ലോ നോക്കാം. നമ്മൾ ഡോബറൈനർ ആയാലും ലോ ഓഫ് ഒക്ടേഴ്സിലായാലും മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലായാലും മൂലകങ്ങൾ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, അത് ആറ്റോമിക മാസ് കൂടുന്ന രീതിയിലാണ് അല്ലെ എഴുതിയത്. പക്ഷെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്, ആറ്റോമിക മാസ് അല്ല, പകരം ആറ്റോമിക നമ്പർ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആറ്റോമിക നമ്പർ ആണ്. ആറ്റോമിക നമ്പർ മൂലകങ്ങളുടെ അടിസ്ഥാന ഗുണം, ആറ്റോമിക മാസ് അല്ല. അത് ഓരോ എലമെന്റ്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് മാസ് അല്ല, പകരം എന്താണ്? ആറ്റോമിക നമ്പർ ആണെന്ന് കണ്ടെത്തുകയും, അപ്പം ഹെൻറി മോസ്ലി എന്ത് ചെയ്തു? ആറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ സ്വഭാവം, ഒരേ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി, ഒരേ ഭൗതിക രാസഗുണങ്ങളുള്ള ആൾക്കാര് മൂലകങ്ങൾ എന്ത് ചെയ്തു? ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഒരു പീരിയോഡിക് ഫംഗ്ഷൻ പോലെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിന് ശേഷം എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇതാണ് എന്ത്? മോഡേൺ പീരിയോഡിക് ലോ. ഒന്നുകൂടെ പറയാം, മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഹെൻറി മോസ്ലി. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന ടേബിൾ ആണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ അനുസരിച്ചിട്ട് മോഡേൺ പീരിയോഡിക് ലോ പറയുകയാണെങ്കിൽ എന്താണ്? മൂലകങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റ്സിന് അവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക നമ്പറിന്റെ കൂടുന്നതനുസരിച്ച് എഴുതുകയാണെങ്കിൽ ഒരു മൂലകത്തിന്റെ അതേ ഭൗതിക രാസഗുണങ്ങളുള്ള മറ്റൊരു മൂലകം എന്ത് ചെയ്തു? ഒരു പെർട്ടിക്കുലർ നിശ്ചിത സമയ ഇടവേളത്തിന് ശേഷം എന്ത് ചെയ്യും? കാണാൻ പറ്റും. ഇതാണ് എന്ത് പറയുന്നത്? മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ആധുനിക നിയമം അവിടെ എഴുതിയിട്ടുണ്ട്. മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറുടെ ആവർത്തന ഫലങ്ങളാണ്. അതായത് പീരിയോഡിക് ഫംഗ്ഷൻ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി ഉള്ള ആള് ഒരു
ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലുള്ള ദോഷങ്ങളൊക്കെ ഇത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് പീരിയോഡിസിറ്റിക്ക് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനൊരു സ്വഭാവ സവിശേഷതകൾ, അതിനൊരു സ്വഭാവം ഉണ്ടാവില്ല, ഒരു ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ. ആ ഒരു ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഇങ്ങനെ എലമെന്റ്സ് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി എഴുതി വരുമ്പോൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് അതേ സ്വഭാവം കാണിക്കും. അപ്പൊ ആ ആളിനെ എന്ത് ചെയ്യും, ഇതിന്റെ താഴെ എഴുതും എന്ന് പറഞ്ഞു അല്ലെ, ഒരേ ഗ്രൂപ്പുകളിലാക്കി എഴുതും, ഒരേ സ്വഭാവമുള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പുകളാക്കി എഴുതും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരേ സ്വഭാവം, അതായത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെ കാണാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീരിയോഡിസിറ്റിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നോക്കിക്കോ. ഇപ്പൊ ഇത് ലിഥിയം, സോഡിയം, ഇതൊരു ഒറ്റ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ്. ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, ഷെല്ലുകളുടെ നമ്പർ താഴേക്ക് പോകുന്നതോറും കൂടുന്നുണ്ട്, അതൊക്കെ. രണ്ടാമതായിട്ട് ഇവിടെ എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, ഔട്ടർ മോസ്റ്റ് ഷെൽ, ഏറ്റവും ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒക്കെ എന്താണ്, തുല്യമല്ലേ. അതായത് ബാഹ്യതമ ഷെല്ലിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ ഒക്കെ എന്താണ്, 1 ആണ്. സിമിലർ ആണ്, ഒരേ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്, ഇലക്ട്രോണിന്റെ എണ്ണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈക്വൽ ആണ്. ഇങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് തന്നെയാണ് അതിന്റെ സ്വഭാവം എന്ത് ചെയ്യുന്നത്, ഒരേ സ്വഭാവം കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് പീരിയോഡിസിറ്റിക്ക് കാരണം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഒരേ സ്വഭാവം കാണിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഒരു കാരണം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരു ഒരു എലമെന്റ്സ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഇലക്ട്രോണിക വിന്യാസം എഴുതി നോക്കുന്ന സമയത്ത് അതിന്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഏറ്റവും ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒക്കെ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരേ സ്വഭാവം കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഒരേ സ്വഭാവം. ഞാൻ പറയല്ലേ, ഒരു എലമെന്റ് ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എലമെന്റ് അതിനൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി എഴുതി പോയിട്ട് വരുമ്പോൾ കുറച്ചെത്തുമ്പോൾ ഒരു എലമെന്റ് ഒരേ പ്രോപ്പർട്ടിയാണ്, അപ്പൊ അതെന്ത് ചെയ്യും, ആദ്യത്തെ എലമെന്റ് താഴെ എഴുതും. ഇങ്ങനെ താഴത്തെ എഴുതി വരുന്നതാണ് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള ആൾക്കാരിട്ടു. ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിലിട്ടു. അപ്പൊ അങ്ങനെ ഒരേ സ്വഭാവം കാണിക്കാൻ കാരണം എന്താണ്, അവരുടെ ഇലക്ട്രോണിക് വിന്യാസം എഴുതി നോക്കുന്ന സമയത്ത് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ, അവരുടെ ബാഹ്യതമ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്താണ്, തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കി നോക്കാം. ആരുടെ, മെന്റലീവിന്റെ അല്ല നമ്മൾ നോക്കാൻ പോകുന്നത്, മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് മൂലകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. 118, നമുക്ക് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന വരെ 118 മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ആരാണ് കണ്ടുപിടിച്ചത്, ഹെൻറി മോസ്ലി. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ റോസും ഉണ്ട്, വെർട്ടിക്കൽ കോളംസും ഉണ്ട് അല്ലെ. ഹൊറിസോണ്ടൽ റോസും ഉണ്ട്, വെർട്ടിക്കൽ കോളംസും ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, അപ്പൊ എത്ര ഗ്രൂപ്പ് എത്ര കോളം നോക്കിയേക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ്, ഹൊറിസോണ്ടൽ റോസ് 1, 2, 3, 4, 5, 6, 7, 7 ഹൊറിസോണ്ടൽ റോസ്. ഹൊറിസോണ്ടൽ റോസ് എന്ന് പറഞ്ഞാൽ പിരീഡുകളാണ്. അപ്പൊ 7 പിരീഡുകളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉള്ളത്. ഗ്രൂപ്പുകൾ നോക്കുകയാണെങ്കിലോ, 1 വെർട്ടിക്കൽ കോളംസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 അല്ലെ. 18 ഗ്രൂപ്പുകളും 7 പിരീഡും അടങ്ങിയതാണ് എന്ത്, മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ പറയും നോക്കാം. ആദ്യം എന്താണ്, 18 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വെർട്ടിക്കൽ കോളംസ് കണ്ടെയ്നിങ് എലമെന്റ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പുകളിൽ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്താണ്, സെയിം ആന്ന് പറഞ്ഞു. നേരത്തെ പീരിയോഡിസിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ 18 ഗ്രൂപ്പുകൾ ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ് ആണ്. ഈ വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനൊക്കെ ഒരേ എന്താണ്, വാലൻസ് ഇലക്ട്രോൺ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി അതിന്റെ മലയാളം നോക്കിക്കോ, 18 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ലംബമായ കോളങ്ങൾ, ലംബമായിട്ടുള്ള ഇങ്ങനെയുള്ള കോളമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പുകൾ. അങ്ങനെ എത്ര കോളം ഉണ്ട് നമ്മൾ നോക്കിയപ്പോ എത്ര കോളം കണ്ടത്, 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരേ ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങൾക്കൊക്കെ ബാഹ്യതമ ഷെൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്, തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി പിരീഡ് എന്താണ്, അപ്പൊ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലായി. ഇനി പിരീഡ് എന്താണെന്നാണ് പറയുന്നത്. പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിരീഡ് എന്ന് പറയുന്നത്. തിരശ്ചീനമായ വരികളുടെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
പിരീഡ് എന്ന് പറയുന്നത്. എത്ര ഇങ്ങനെയുള്ള വരികൾ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള തിരശ്ചീനമായിട്ടുള്ള വരികളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിരീഡ് എന്ന് പറയുന്നത്. എത്ര പിരീഡ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 7 പിരീഡ് എന്ന് പറഞ്ഞു. ഓരോ പിരീഡിലും എന്താണ് സംഭവിക്കുന്നത്? ഓരോ പിരീഡിലും ഷെല്ലുകളുടെ എണ്ണം എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ പിരീഡിലും ഷെല്ലുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കിയോ, ഇവിടെ നോക്കാം. ഓക്കെ, ഓരോ ഷെല്ലിലും ഇതിന്റെ എണ്ണം കൂടി കൂടി വരിക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പിന്നെ പറയുന്ന കാര്യം, ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്? 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. 18 ഗ്രൂപ്പും 7 പീരീഡും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഗ്രൂപ്പുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെയും 17ാമത്തെ ഗ്രൂപ്പിലും എന്താണ്, ഗ്രൂപ്പിൽ താഴെ പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം എന്താണ്, കൂടുകയാണ്. ആസ് ഡൗൺ ഗ്രൂപ്പ് മോർ ഷെൽസ് ആർ ആഡഡ്. ഷെല്ലിന്റെ എണ്ണം എന്താണ്, കൂടുകയാണ്. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഒരു പേര് പറഞ്ഞു വിളിക്കും, ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുക. ഒന്നാമത്തെ ഗ്രൂപ്പിനെ എന്താ പറയാ? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ആൽക്കലി എർത്ത് മെറ്റൽ. ഒന്നാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് പറയും. ഇനി 3 മുതൽ, ഇവിടെ സെന്ററിലുള്ള ആൾക്കാരെ കാണാണ്ടല്ലോ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിന് നമ്മൾ ഒരു പേര് പറയും ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താ പറയാ? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുക. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാവുക. ഇലക്ട്രോ പോസിറ്റീവിൽ നിന്ന് ഇലക്ട്രോ നെഗറ്റീവിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് എന്താണ്, ഇലക്ട്രോ നെഗറ്റീവ് എന്താന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും, ലാസ്റ്റിക്ക് പറയാം. അപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്നത്? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിന് ആൽക്കലി എർത്ത് മെറ്റൽസ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി 1, 2, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ ഒന്നിച്ചൊരു പേര് വിളിക്കും മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഒന്നുകൂടെ പറയാം. 1, 2, 13 മുതൽ 18 വരെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള 2 ഗ്രൂപ്പുകളും റൈറ്റ് സൈഡിലുള്ള ഗ്രൂപ്പുകളും ചേർത്തൊരു പേര് വിളിക്കും മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ആൾക്കാരിന് ഒറ്റ പേര് വിളിക്കും. അതിനെന്താ വിളിക്കുക? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഇനി നടുവിലുള്ള ആൾക്കാർ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരിന് ഒരു പേര് പറഞ്ഞു വിളിക്കും. എന്താ വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ്. രണ്ടെന്താണ്? ആൽക്കലി എർത്ത് മെറ്റൽസ്. ഇനി ലാസ്റ്റില് 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് നമ്മൾ എന്താ വിളിക്കുക? നോബിൾ ഗ്യാസ് എന്നാണ് വിളിക്കുക. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉള്ള ആൾക്കാരിനെയാണ് നമ്മൾ എന്താ പറയാ? നോബിൾ ഗ്യാസ് എന്ന് പറയാൻ. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്താണ്? ഗ്യാസസ് ആണെന്നുള്ള ആലോചിക്കുക, എല്ലാം വാതകങ്ങളാണെന്ന് ആലോചിക്കുക. പിന്നെ അതിന്റെ ബാഹ്യതമ ഷെല്ല് എന്തായിരിക്കും? ഫുള്ളായിരിക്കും. അതായത് 8 ഇലക്ട്രോണുകൾ. അവിടെ ഹീലിയം ഒഴികെ ബാക്കി എല്ലാവർക്കും എന്താണ്? ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോണുകൾ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഹീലിയത്തിന് മാത്രമായിരിക്കും 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിയോൺ ആണെങ്കിലോ 2, 8. ആർഗൺ ആണെങ്കിലോ 2, 8, 8. 8 ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റേബിൾ ആയി. അതിനി വാങ്ങാനോ കൊടുക്കാനോ ഒന്നും, ഇലക്ട്രോൺ വാങ്ങാനോ കൊടുക്കാനോ ഒന്നും ചെയ്യണ്ട. അതായത് റിയാക്ഷനിൽ അവ എന്ത് ചെയ്യില്ല? പങ്കെടുക്കില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 18ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ നോബിൾ ഗ്യാസസ് എന്നാണ് പറയുക. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റിൽ ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഹീലിയം ഒഴികെ എല്ലാവർക്കും അവിടെ 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും ബാഹ്യതമ ഷെല്ലിൽ. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ, അല്ലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല? റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കില്ല. അതിന്റെ വാലൻസി എന്താണ്? 0 ആണ്. പിന്നെ ഇവരൊക്കെ എന്താണ്? ഗ്യാസസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ട്രാൻസിഷൻ എലമെന്റ് നമ്മൾ പറഞ്ഞല്ലോ 3 to 12 ആന്ന് പറഞ്ഞു അല്ലെ. ഇനി താഴെ 2 ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഒരു വയലറ്റ് കളറിലും ഒരു റെഡ് കളറിലും കുറച്ച് എലമെന്റ്സ്. അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ എക്സി കഴിഞ്ഞിട്ട് സിനോൺ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? സീഷ്യം, ബാരിയം കഴിഞ്ഞിട്ട് 56. ഇവിടെ കുറച്ച് എലമെന്റ്സ് മിസ്സിംഗ് ആണ് അല്ലെ. 56 കഴിഞ്ഞു കഴിഞ്ഞാൽ 57 താഴേക്കാണ് കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ, 56 കഴിഞ്ഞാൽ 57 താഴേക്കാണ്. ലാന്താനം മുതൽ താഴെ കൊടുത്തിട്ടുണ്ട്. 57 മുതൽ പിന്നെ 71 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 72 അവിടെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴത്തെ റോലും ഉണ്ട്. താഴത്തെ റോൽ എന്താ? റേഡിയം 88 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ടിയം 89 എവിടെയാണ്? താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ആക്ടിയം 89 കഴിഞ്ഞു കഴിഞ്ഞാൽ 103 കഴിഞ്ഞിട്ട് 104 മുതലാണ് ഇവിടെ വരുന്നത്, മേലെ വരുന്നത്. അതായത്
ട്രാൻസിഷൻ എലമെന്റ്സിലെ ഒരു കുഞ്ഞു ഭാഗം താഴേക്ക് എടുത്തു വെച്ചിട്ടാണ് അതിന് നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അതായത് ആറാമത്തെയും ഏഴാമത്തെയും പീരീഡിലുള്ള ആൾക്കാരെ രണ്ട് റോസ് ആയിട്ട് താഴെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. അവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ ആദ്യത്തെ റോസിലുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? ലാന്തനോയിഡ്സ് ആണ് വിളിക്കുക. രണ്ടാമത്തത് നമ്മൾ എന്താ വിളിക്കുക? ആക്ടിനോയിഡ്സ് എന്നാണ് വിളിക്കുക. ലാന്തനോയിഡ്സ് എന്ന് വിളിക്കാൻ കാരണം ലാന്തനൈഡിന് ശേഷം ലാന്താനിയത്തിന് ശേഷം വരുന്നത് കൊണ്ടാണ് ഇതിനെ ലാന്തനോയിഡ്സ് എന്ന് വിളിച്ചത്. പിന്നെ ആക്ടിനിയത്തിന് ശേഷം വരുന്നതുകൊണ്ട് ആക്ടിനോയിഡ്സും താഴത്തുള്ള റോനെ വിളിച്ചു. അപ്പോ ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തൊക്കെയാ പറഞ്ഞത്? മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു റോസ് ഉണ്ട്, കോളംസ് ഉണ്ടെന്ന് പറഞ്ഞു. റോസിനെ നമ്മൾ എന്ത് വിളിച്ചു? റോസിനെ നമ്മൾ എന്താ പേര് വിളിച്ചത്? പീരീഡ് എന്ന് വിളിച്ചു. ഇനി കോളംസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഗ്രൂപ്പ് എന്ന് വിളിച്ചു. എത്ര ഗ്രൂപ്പ്? 18 ഗ്രൂപ്പ്. എത്ര റോ? 7 റോ. അതായത് 7 പീരീഡുകൾ. 7 പീരീഡും 18 ഗ്രൂപ്പും. ഇനി ആദ്യത്തെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തതിനെ എന്ത് വിളിച്ചു? ആൽക്കലി എർത്ത് മെറ്റൽ എന്ന് വിളിച്ചു. ഇനി നമ്മൾ 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചു ഹാലജൻസ് എന്ന് വിളിച്ചു. 17 എന്താണ്? ഹാലജൻസ്. 18 നമ്മൾ പറഞ്ഞു നോബിൾ ഗ്യാസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ ഒരുമിച്ച് ഒറ്റ പേര് പറഞ്ഞു മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിച്ചു. ഇനി 3 മുതൽ 12 വരെയുള്ള ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് നമ്മൾ ഒറ്റ പേര് പറഞ്ഞു വിളിച്ചു. എന്താ വിളിച്ചത്? ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സിൽ നമ്മൾ പറഞ്ഞു ആറാമത്തെ ഏഴാമത്തെ പീരീഡിലുള്ള കുറച്ച് എലമെന്റ്സിനെ താഴെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ മേലുള്ള നിരയെ നമ്മൾ എന്ത് വിളിച്ചു? ലാന്തനോയിഡ്സ് എന്നും താഴെയുള്ള റോനെ നമ്മൾ എന്ത് വിളിച്ചു? ആക്ടിനോയിഡ്സ് എന്നും വിളിച്ചു. ഇതാണ് ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ പറയുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാം ആദ്യത്തെ പീരീഡിൽ ഇപ്പൊ 2 എലമെന്റ്സ് ഉള്ളൂ. ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ പീരീഡ്. കാരണം എന്താ? ഹൈഡ്രജനും ഹീലിയം 2 എലമെന്റുകൾ, 2 മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. താഴെ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ പീരീഡിലാണെങ്കിലോ 1 2 3 4 5 6 7 8 മൂലകങ്ങൾ ഉണ്ട്. ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അതായത് ഒന്നാമത്തെ പീരീഡിൽ ഏറ്റവും ചെറിയ പീരീഡാണ് 2 മൂലകങ്ങളേ ഉള്ളൂ. 2 3 എന്താണ്? 8 മൂലകങ്ങളുള്ള കുറച്ച് ചെറിയ പീരീഡ് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൂടി വരുന്നുണ്ടതായിട്ട് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പിന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്കാർ എന്താണ്? മെറ്റലുകളാണ്. ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ആൾക്കാരാണ് നോൺ മെറ്റലുകളാണ്. ഇനി ഇതിന്റെ സെന്ററിലുള്ള ആൾക്കാർ ആരാണ്? ഇതിന്റെ ഒരു ഡയഗണലി വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കും. അതായത് ലോഹങ്ങൾ എവിടെയാണ് കാണുന്നത്? ഇടതു ഭാഗത്താണ് ലോഹങ്ങൾ കാണുന്നത്. ഉപലോഹങ്ങൾ എവിടെയാണ്? നോൺ മെറ്റൽസ് എവിടെയാണ്? ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റലോയിഡ്സ് എവിടെയാണ് കാണുന്നത്? ഡയഗണലി ആണ് കാണുന്നത്. ഇനി നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങൾ എവിടെയാണ് കാണുന്നത്? വലതുവശത്തായിട്ടാണ് കാണുന്നത്. ഇതാണ് പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്നുമില്ല. മോഡേൺ പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഹെൻറി മോസ്ലി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുള്ള എന്താണ്? മൂലകങ്ങളുടെ അവരുടെ ആറ്റോമിക് നമ്പറുകൾ കൂടുന്ന രീതിയിൽ, ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എഴുതി വന്നപ്പോൾ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടായിരുന്നത് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത സമയത്തിന് ശേഷം, ഒരു നിശ്ചയ ഇടവേളയ്ക്ക് ശേഷം ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് വിളിച്ചു. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുള്ള ടേബിൾ ആയിരുന്നു അത്. അതിൽ നമ്മൾ ഓരോന്നിനും പേരൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് വിളിച്ചു അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണെന്നാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ എലമെന്റ്സിനെയും, എല്ലാ മൂലകങ്ങളും എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു അല്ലെ? നേരത്തെ മെന്റലീവിന്റെ പറഞ്ഞ പോലെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിൾ എല്ലാ മൂലകങ്ങളും എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ആറ്റോമിക് നമ്പറുകൾ വെച്ചിട്ടാണ് അല്ലെ ആറ്റോമിക് നമ്പർ ആയിട്ടാണ് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മെന്റൽ ആറ്റോമിക് മാസ് ആയിരുന്നു. ആറ്റോമിക് മാസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് പ്രശ്നം പറ്റി? ഐസോടോപ്പിന് പൊസിഷൻ കൊടുത്തില്ല എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇവിടെ ആറ്റോമിക് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഐസോടോപ്പുകൾക്കൊക്കെ ഒരേ ആറ്റോമിക നമ്പർ ആയിരിക്കും. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക നമ്പർ 1 ആയിരിക്കും, മാസ് നമ്പർ ആയിരിക്കും വ്യത്യാസം വരിക. അപ്പൊ ആറ്റോമിക നമ്പർ 1 ആണെങ്കിൽ കാർബൺ
612 കാർബൺ 614 ആണ്. അപ്പൊ രണ്ടും കാർബൺ 6 തന്നെയല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഐസോടോപ്പിന് പൊസിഷൻ കൊടുക്കാന്നുള്ള പ്രശ്നം അവിടെ തീർന്നു. അപ്പൊ എന്ത് ചെയ്തു, മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഐസോടോപ്പിന് പൊസിഷൻ എന്ത് ചെയ്തു, കൊടുത്തു. ഐസോടോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. കാരണം എന്താണ്, അവിടെ ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ഹൈഡ്രജൻ എന്ത് ചെയ്തു, പൊസിഷൻ കൊടുത്തു. ഹൈഡ്രജൻ എന്ത് ചെയ്തു, പൊസിഷൻ കൊടുത്തു. അതാണ് രണ്ടാമത്തെ മെറിറ്റ് പറയുന്നത്. പിന്നെ മൂന്നാമത് അവിടെ ഒരു പ്രശ്നം പറഞ്ഞ അനോമലസ് പെയേഴ്സ് എന്നായിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ അനോമലസ് പെയേഴ്സ് ആയിരുന്നു എന്നുള്ളത്. ഇവിടെ എന്താണ്, അത്തരത്തിലുള്ള പെയേഴ്സുകളൊന്നുമില്ല. അതായത് അപാകത നിറഞ്ഞ ജോഡികൾ, ടെലൂറിയം അയഡിൻ ഒക്കെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്, അത്തരത്തിലുള്ള ജോഡികളൊന്നുമില്ല. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വന്നപ്പോ എന്തായിരുന്നു, ഒരേ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ഒരേ ഗ്രൂപ്പിലുള്ള ഇലക്ട്രോണിക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഒരേ നമ്പർ ആയിരുന്നു. അതുകൊണ്ട് അതിനൊക്കെ ഒരേ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞത്. ഇത് ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്കൊക്കെ ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്താ പറഞ്ഞത്, മെറ്റലുകൾക്കും നോൺ മെറ്റലുകൾക്കും മെറ്റലോയിഡ്സിനൊക്കെ എന്ത് ചെയ്തു, പൊസിഷൻ കൊടുത്തു. അതായത് ലോഹം, അലോഹം, ഉപലോഹങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, എവിടെയാണ് സ്ഥലം അത് കൊടുത്തു. അതായത് ലോഹം ഇടതുവശത്തും അലോഹങ്ങൾ വലതുവശത്തും ഉപലോഹങ്ങൾ എന്ത് ഡയഗണലി ആയിട്ടും കൊടുക്കാൻ പറ്റി. പിന്നെന്താണ്, ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ വന്നപ്പോ എന്ത് ചെയ്തു, കുറച്ച് ഈസി ആണ്, സിമ്പിൾ ആണ് നമുക്ക് റിമെമ്പർ ചെയ്യാനൊക്കെ അല്ലെ. അപ്പൊ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. 4 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞത് നമ്മള് ഡോബറൈനറിന്റെ ട്രയാഡ്സ് ആയിരുന്നു. ആ ട്രയാഡ്സിൽ എന്താ പറഞ്ഞത്, മൂലകങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, അവരുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കൂടുന്നതനുസരിച്ച് വെച്ച സമയത്ത് 3 മൂലകങ്ങൾ ഒറ്റ ഗ്രൂപ്പാക്കി. അങ്ങനെ ഒറ്റ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് ആദ്യത്തെ മൂലകത്തിന്റെ ആറ്റോമിക് മാസ് മൂന്നാമത്തെ മൂലകത്തിന്റെ ആറ്റോമിക് മാസ് സം എടുത്ത് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ, ശരാശരി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, മിഡിൽ സെന്ററിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക് മാസ് ആന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോബറൈനർ ട്രയാഡ്സിൽ പറഞ്ഞത്. നമ്മൾ സോഡിയം എക്സാമ്പിൾ പറഞ്ഞത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം വെച്ചിട്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എന്തായിരുന്നു, അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ എന്താ അതിന് പ്രശ്നം എന്തായിരുന്നു, എല്ലാ മൂലകങ്ങളെയും ഓൾ എലമെന്റ്സിനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ, ഇതുപോലെ ട്രയാഡുകൾ ഗ്രൂപ്പ് ആക്കാൻ അദ്ദേഹത്തിന് എന്തില്ല, സാധിച്ചില്ല. അതുകൊണ്ട് ആ മോഡൽ തള്ളിക്കളഞ്ഞു. രണ്ടാമത് കൊണ്ടുവന്ന് ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡിലെ ലോ ഓഫ് ഒക്ടേവ്സിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഇതേപോലെ തന്നെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതിയ സമയത്ത് എന്താ സംഭവിച്ചത്, ഒന്നാമത്തെ മൂലകത്തിന്റെ ഒരേ സ്വഭാവം ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാര് എട്ടാമതായിട്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടു എന്നുള്ളത് പറഞ്ഞു. അതൊരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഒന്നാമത്തെ എലമെന്റിന് അതേ സ്വഭാവമുള്ള ആളെ കണ്ടു, എട്ടാമതായിട്ടാണ് ഇത് കണ്ടത് എന്നുള്ളത് പറഞ്ഞു. അതിനാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് വിളിച്ചത്. പക്ഷെ എന്തായിരുന്നു അതിന്റെ പ്രശ്നം, 40 വരെ ആറ്റോമിക് മാസ് 40 വരെയുള്ള മൂലകങ്ങളെ മാത്രമാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മോഡൽ എന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞു. പിന്നെ കൊണ്ടുവന്നതാണ് മെന്റലീവിൻ പീരിയോഡിക് ടേബിൾ. ആണ് ഒരു ടേബിൾ സ്ട്രക്ചറിൽ ഒരു എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. മെന്റലീവ് പീരിയോഡിക് ടേബിൾ എന്തായിരുന്നു, ഇതേപോലെ തന്നെ മൂലകങ്ങൾ അവർ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കൂടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. പക്ഷെ അദ്ദേഹം ആറ്റോമിക് മാസ് കൂടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നതിലുപരി ഒരേ പ്രോപ്പർട്ടി, ഒരേ സ്വഭാവമുള്ള ആൾക്കാരനൊക്കെ ഒരേ ഗ്രൂപ്പുകളിലാക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോ എന്ത് ചെയ്തു, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടു, അവരെന്ത് ചെയ്തു, ഒരേ ഗ്രൂപ്പിൽ ഇട്ടു എന്ന് പറഞ്ഞു. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ്, എത്ര പീരീഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ എന്താണ്, ഐസോടോപ്പിന് പൊസിഷൻ കൊടുത്തില്ല പറഞ്ഞു, ഹൈഡ്രജന്റെ പൊസിഷൻ കൊടുത്തില്ല പറഞ്ഞു, അനോമലസ് പെയേഴ്സ് കണ്ടു എന്ന് പറഞ്ഞു. അതായത് ആറ്റോമിക് മാസ് കൂടുന്ന രീതിയിൽ എഴുതണം എന്നാണ്, അത് കുറഞ്ഞതിൽ നിന്ന് കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ചില സമയത്ത് ടെലൂറി അയഡിന് പോലെയുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്തു, ചില പെയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, തല തിരിച്ചിട്ടാ വന്നത്, കൂടിയ ആളാദ്യം പിന്നെ കുറഞ്ഞത് എന്നൊക്കെ എഴുതിക്കുന്നു. അപ്പൊ അതെന്ത് ചെയ്തു, അതും ആ മോഡലും പിന്നെ അവിടെ പോയി. പിന്നെ വന്നതാണ് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, 18 ഒരു ഡിഫറൻസ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എന്താണ്, ഇത്രയും നേരം നമ്മൾ ആറ്റോമിക് മാസ് ആയിരുന്നു ബേസിക് ആണ്, ഒരു ഒരു മൂലകത്തിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ആറ്റോമിക് മാസ് ആണ് കണ്ടിരുന്നത്. ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ അനുസരിച്ചിട്ടാണ് എന്തത്, ആറ്റോമിക് നമ്പർ ആണ് ഒരു ആറ്റത്തിന്റെ ഒരു എലമെന്റിന്റെ ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനം എന്നുള്ള മനസ്സിലാക്കുന്നത്. അതിന് എന്ത് ചെയ്തു, മൂലകങ്ങൾ എങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്, മൂലകങ്ങളുടെ അവര് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് നമ്പർ കൂടുന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ സ്വഭാവമുള്ള ആൾക്കാരിന് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ, ഒരു പ്രത്യേക സമയത്തിന് ശേഷം എന്ത് ചെയ്തു, കാണാൻ പറ്റി. അപ്പൊ ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് കാണാൻ കഴിയുന്നതിന് കാരണം എന്താന്ന് നോക്കിയപ്പോ ഒരേ
അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വന്നപ്പോൾ എന്ത് കണ്ടു? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഇലക്ട്രോണുകളുടെ എണ്ണം, ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നായിരുന്നു, ഒരേതായിരുന്നു, തുല്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരേ സ്വഭാവം കാണിച്ചതെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്? 18 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, 7 പിരീഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ഗ്രൂപ്പും ഓരോ പീരീഡും എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇടതുവശത്ത് കാണുന്നത് മെറ്റലുകളും വലതുവശത്ത് കാണുന്നത് നോൺ മെറ്റലും ഡയഗണലായിട്ട് കാണുന്നത് എന്താണ്? മെറ്റലോയിഡ് ഉപലോഹങ്ങളും ആണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ആറ്റോമിക് സൈസ് അഥവാ ആറ്റത്തിന്റെ സൈസ്, ആറ്റത്തിന്റെ വലിപ്പം എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പോ ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതിന് ചുറ്റും കുറെ ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ആ ഷെല്ലിലൊക്കെ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്, ചുറ്റും കുറെ ഓർബിറ്റ്സ് അഥവാ ഷെല്ലുകൾ ഉണ്ട്, അവിടെ ആരുണ്ട്? ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നൊക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പോ ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ വരെ, അതായത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ഔട്ടർ മോസ്റ്റ് ഏറ്റവും ബാഹ്യതമ ഷെല്ല് ഏതോ അതിലുള്ള ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിന്റെ സെന്റർ, അതായത് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിലേക്കുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിച്ചത്? ആറ്റോമിക് റേഡിയസ് എന്ന് വിളിച്ചത്. അപ്പൊ ആറ്റോമിക് റേഡിയസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ന്യൂക്ലിയസിന്റെ കേന്ദ്രത്തിൽ നിന്നും ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റത്തിന്റെ വലിപ്പം, ആറ്റോമിക വലിപ്പം എന്ന് പറയുന്നത്. ആറ്റോമിക വലിപ്പം പിരീഡിൽ എങ്ങനെയാണ്, ഗ്രൂപ്പിൽ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കാം പിരീഡിൽ എങ്ങനെയാണ് നോക്കാം. എന്താണ് ഞാൻ പറഞ്ഞത്? നേരെ ഇങ്ങനെ എഴുതി പോകുന്നത് അല്ലെ, തിരശ്ചീനമായിട്ട് എഴുതുന്നതാണ് പിരീഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റോസ് ആണ് പിരീഡ് എന്ന് പറയുന്നത്. നേരെ പോകുന്തോറും എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം പീരീഡിൽ നോക്കാം. പീരീഡിലെ കുറച്ച് മൂലകങ്ങളാണ് എഴുതിയുള്ളത്, കാണാണ്ടല്ലോ. ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ആറ്റോമിക് നമ്പർ മേലെ തന്നിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലിഥിയത്തിന്റെ എന്താണ് വരിക? 2 1 എന്ന് വരും അല്ലെ. ബെറീലിയം ആണെങ്കിൽ 2 2 എന്ന് വരും. ബോറോൺ ആണെങ്കിൽ 2 3 എന്ന് വരും. കാർബൺ ആണെങ്കിൽ 2 4 എന്ന് വരും. നൈട്രജൻ എന്താ വരിക? 2 5. ഓക്സിജൻ ആണെങ്കിൽ 2 6. ഫ്ലൂറിൻ ആണെങ്കിൽ 2 7. അപ്പൊ ഈ പറഞ്ഞ എല്ലാ മൂലകങ്ങളിലും എത്ര ഷെല്ലുകളാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 ഷെല്ലുകളല്ലേ. ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെയുള്ള എല്ലാ മൂലകളിലും 2 ഷെല്ലുകളാണുള്ളത്. ഷെൽ എന്താണെങ്കിലും ആദ്യത്തെ ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, പിന്നെ ബെറീലിയത്തിലാവുമ്പോൾ 2 ഇലക്ട്രോൺ, ബോറോൺ ആവുമ്പോൾ 3. അങ്ങനെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ട്, ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. കൂടുന്നില്ല എന്നുള്ളത് മനസ്സിലാലോചിച്ച് വെക്കുക. പിരീഡില് നേരെ പോകുന്തോറും ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, ഔട്ടർ മോസ്റ്റിലുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്തോറും ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിലേക്കുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഇങ്ങനെ അട്രാക്ട് ചെയ്യും. ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്തോറും എന്ത് ചെയ്യും? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്തോറും അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടി കൂടി വരും. ഇലക്ട്രോണിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്തോറും അട്രാക്ഷൻ കൂടി കൂടി വരുമ്പോ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് എന്ത് ചെയ്യും? സൈസ് എന്ത് ചെയ്യും? ചെറുതായി ചെറുതായി വരും. അതായത് പിരീഡിന് നേരെ പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. ഒന്നുകൂടെ പറയാം. പീരീഡിൽ നമ്മൾ നേരെ പോകുന്തോറും നമ്പർ ഓഫ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്. ആരുടെ എണ്ണമാണ് കൂടുന്നത്? ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടിക്കൂടി പോകുന്നത്. അപ്പോ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ബാഹ്യതമ ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്തോറും കൂടിക്കൂടി വരും. അപ്പൊ കൂടിക്കൂടി വരുമ്പോ അട്രാക്ഷൻ കൂടുമ്പോ എന്ത് ചെയ്യും? സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ആദ്യം ലിഥിയത്തിന് അവിടെ പുറത്ത് ഒറ്റ ഇലക്ട്രോണില്ല, അപ്പൊ ന്യൂക്ലിയസിന് കുറച്ച് അട്രാക്ട് ചെയ്യും. ബെറീലിയം കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യും. ബോറോൺ കുറച്ചുകൂടെ അട്രാക്ട്. കാർബൺ നൈട്രജൻ ഒക്കെ ആകുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 6 7 ഒക്കെയാണ്. അപ്പോൾ അട്രാക്ഷൻ കൂടി കൂടി എന്ത് ചെയ്യും? അതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ദാറ്റ് ഇസ് പീരീഡിൽ നേരെ പോകുന്തോറും, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പീരീഡിൽ നേരെ പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് കുറയും.
അത് ഉറപ്പിച്ചല്ലോ. ഇനി നമ്മള് ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ലിഥിയം ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. ആറ്റോമിക് നമ്പറോട് തന്നിട്ടുണ്ടല്ലോ, 2 1 ആദ്യം. പിന്നെന്താണ്? സോഡിയം ആണെങ്കിലോ 2 8 1. ആദ്യത്തേൽ 2 ഷെല്ല്, ലിഥിയത്തിൽ 2 ഷെല്ല്, സോഡിയത്തിൽ 3 ഷെല്ലായി. പൊട്ടാസ്യം ആണെങ്കിലോ 2 8 8 1. അപ്പൊ എന്ത് വന്നു? 4 ഷെല്ലായി. അങ്ങനെ താഴെ പോകുന്തോറും ഷെല്ലിന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് ഗ്രൂപ്പിൽ താഴെ പോകുന്തോറും ഷെല്ലിന്റെ നമ്പർ കൂടുന്നുണ്ട്. ഷെല്ലിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഓരോ ഷെല്ലിന്റെ എണ്ണം കൂടുന്തോറും ന്യൂക്ലിയസിന് ഷെല്ല് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ദൂരം കൂടല്ലേ? ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലിന്റെ എണ്ണം കൂടുമ്പോൾ ഷെല്ലിലേക്കുള്ള ദൂരം കൂടുന്നു. ഷെല്ലിലേക്കുള്ള ദൂരം കൂടുന്തോറും അതിന്റെ അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് താഴെ പോകുന്തോറും ഷെല്ലിന്റെ എണ്ണം കൂടുന്നു. ദാറ്റ് ഈസ് അട്രാക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അട്രാക്ഷൻ കുറയുക, അതായത് അട്രാക്ട് ചെയ്യുന്ന കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈസ് എന്ത് ചെയ്യാണ്? കൂടി കൂടി പോവുക. അട്രാക്ഷൻ, നല്ല അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ സൈസ് ആവും. വലിയ അട്രാക്ഷൻ അധികം ഒന്നും ഇല്ലെങ്കിൽ സൈസ് കൂടി കൂടി വരും. അതായത് ഒരു ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴെ പോകുന്തോറും ഷെല്ലിന്റെ എണ്ണം കൂടി കൂടി വരികയാണ്. ഷെല്ലിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ഷൻ കുറയുകയാണ്. അട്രാക്ഷൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യാണ്? കൂടി കൂടി വരികയാണ്. അപ്പൊ നമ്മൾ ആറ്റോമിക് സൈസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെറ്റാലിക് ക്യാരക്ടർ ആണ്. അതായത് ലോഹ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിൾ പറയുമ്പോൾ പറഞ്ഞു, ഇടതുവശത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരാണ് മെറ്റൽസ് ആണെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നോൺ മെറ്റൽസ് ആണ്, അലോഹങ്ങളാണ്. ലെഫ്റ്റിക്ക് ലോഹങ്ങളും റൈറ്റിക്ക് അലോഹങ്ങളാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ്, അതായത് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെറ്റാലിക് ക്യാരക്ടർ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലമെന്റിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അതിന്റെ വാലൻസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവിനെ, ഒരു വാലൻസ് നമുക്കറിയാം, ഒരു ഷെല്ല്, ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുറ്റും എന്താണ്? ഓർബിറ്റ് ഉണ്ടാവും, അവിടെ ഷെല്ലുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള അതിന്റെ വാലൻസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി. അങ്ങനെ ഇലക്ട്രോണ് നഷ്ടപ്പെടുത്തുമ്പോൾ അതിന് എന്ത് ചാർജ് വരും? ഇലക്ട്രോണ് നഷ്ടപ്പെടുത്തുക പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് കളയാ. നെഗറ്റീവ് ചാർജ് കളയാന്ന് പറയുന്നത് പോസിറ്റീവായി മാറുക അല്ലെ, പോസിറ്റീവ് ആയിട്ട് മാറുക. അതായത് ഇലക്ട്രോ പോസിറ്റീവ് ആവുക. പോസിറ്റീവ് ആയിട്ട് മാറുക പറഞ്ഞാൽ കാറ്റയോൺസ് ആയി മാറുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് ക്യാരക്ടർ ആണ്, മെറ്റാലിക് ക്യാരക്ടർ ആണ്. ഇനി ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ സ്വീകരിക്കുക. അതായത് ഒരു ആറ്റം ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുക. അപ്പൊ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ആളല്ലേ സ്വീകരിക്കുന്നത്? ഇലക്ട്രോൺ നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള സ്വീകരിക്കുമ്പോൾ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ്. അത് ലോഹ സ്വഭാവമല്ല, അലോഹ സ്വഭാവമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇനി മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ്, പീരീഡിൽ എങ്ങനെയാണ്, ഗ്രൂപ്പിൽ എങ്ങനെയാന്ന് നോക്കി നോക്കാം. അപ്പൊ പീരീഡ് പറയുന്ന സമയത്ത്, നമ്മൾ നേരത്തെ പീരീഡിൽ പറയുന്ന സമയത്ത് എങ്ങനെയാ പറയാ? പീരീഡിൽ നേരെ പോകുന്തോറും, പീരീഡ് നമ്മൾ പറഞ്ഞു തിരശ്ചീന രേഖയാണെന്ന് പറഞ്ഞു. പീരീഡിൽ നേരെ പോകുന്തോറും എങ്ങനെയാണ്? ഇലക്ട്രോണിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇലക്ട്രോണിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ടോ? ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. അപ്പൊ പീരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് പോകുന്തോറും ഇലക്ട്രോണിന്റെ എണ്ണം കൂടുകയാണ്. ഇലക്ട്രോണിന്റെ എണ്ണം കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുക? ലോസ് ചെയ്യാൻ, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ, അത് ഔട്ടർ മോസ്റ്റ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ സ്വീകരിക്കുമ്പോൾ എന്ത് സ്വഭാവമാണ്? ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുക. അതായത് പീരീഡിന് നേരെ പോകുന്തോറും നമ്മൾ പറഞ്ഞു ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പീരീഡിൽ ഇവിടെ നോക്കാം. ഇപ്പൊ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലൂറിനെ കൂടെ കാണുന്നുണ്ട്. അപ്പൊ നേരെ പോകുന്തോറും നമ്മൾ എന്താ പറയുന്നത്? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുകയാണ് അല്ലെ. ഇലക്ട്രോണിന്റെ എണ്ണം കൊടുത്ത് ഓക്സിജൻ എത്തുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ എത്തുമ്പോൾ 2 6 വരും അല്ലെ, 2 6. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു 2 ഇലക്ട്രോണും കൂടെ ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആവില്ല. അപ്പൊ 2 8 എത്താനെങ്കിൽ 2 8 6ൽ നിന്ന് 8 എത്തണമെങ്കിൽ 2 ഇലക്ട്രോണും കൂടെ പോരെ. അപ്പൊ 2 ഇലക്ട്രോൺ അത് എന്ത് ചെയ്യും? വാങ്ങുകയാണ് ചെയ്യുക. 6 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നതിലും അതെന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുക. 2 ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ ക്യാരക്ടർ എന്തായി മാറി? സ്വീകരിക്കുക, ലോസ് ചെയ്യുക അല്ലെ ഗെയിൻ ചെയ്യാണ്. സ്വീകരിക്കുമ്പോൾ അതെന്തായി? ഇലക്ട്രോ നെഗറ്റീവ് ആയി. ഇലക്ട്രോ നെഗറ്റീവ് ആയി പറഞ്ഞാൽ എന്താ? നോൺ മെറ്റാലിക് ക്യാരക്ടർ, അതായത് ലോഹ സ്വഭാവം എന്ത് ചെയ്യും? കുറഞ്ഞു. അലോഹ സ്വഭാവമാണ് അലോഹ സ്വഭാവമാണ് കാണിക്കുക. അതായത് പിരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുക. ഇനി ഇവിടെ നോക്കിക്കോ, ലിഥിയം ആണെങ്കിലോ 2 1 അല്ലെ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ലിഥിയം എന്ത് ചെയ്യും? ഇലക്ട്രോണെ നഷ്ടപ്പെടുത്താനാണ് ശ്രമിക്കുക. കാരണം ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണെ കളയാനാണ് ശ്രമിക്കുക. ആ ഒരു ഇലക്ട്രോണെ കളയുമ്പോൾ, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആവും അല്ലെ. അതായത് ലെഫ്റ്റിലുള്ള ആള് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും, മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും. ഇനി ഓക്സിജനൊക്കെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്ലൂറിനൊക്കെ എത്തുമ്പോൾ എന്താണ്? 2 7 ഒക്കെയാണ്. 7 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നതിലും നല്ലത് അത് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഇലക്ട്രോ നെഗറ്റീവ് ആയി മാറും, അതായത് നോൺ മെറ്റാലിക് ആയി മാറും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിരീഡിൽ നേരെ പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. മെറ്റാലിക് ക്യാരക്ടർ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാണ്? ലോസ് ചെയ്യല്ല, ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ആലോചിക്കുക. ഇനി ഗ്രൂപ്പിലെ ടോപ്പിൽ നിന്ന് ബോട്ടത്തേക്ക് വരുമ്പോ അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യാണ്? ഷെല്ലുകളുടെ നമ്പർ കൂടുകയാണ് അല്ലെ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇൻക്രീസ് ആസ് ആറ്റംസ് ഗെറ്റ് ലാർജർ. അതായത് താഴെ വരുന്തോറും നമ്മൾ പറഞ്ഞു ഷെല്ലിന്റെ നമ്പർ, ടോപ്പിൽ നിന്ന് താഴെ വരുന്തോറും ഷെല്ലിന്റെ നമ്പർ കൂടുന്നുണ്ട്. ഷെല്ലിന്റെ നമ്പർ കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്ത് ചെയ്യും? കൂടുതൽ ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാണ് ചെയ്യുക. നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 2 1 ഇവിടെ എന്താണ്? 2 8 1 2 8 8 1 എന്നൊക്കെ കാണുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ താഴെ വരുന്തോറും എന്ത് ചെയ്യാണ്? മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു. ഗ്രൂപ്പിൽ മേലെന്ന് താഴത്തേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു, ലോഹ സ്വഭാവം കൂടുന്നു. വലിപ്പം കൂടുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? എളുപ്പം നഷ്ടപ്പെടാൻ പറ്റും. നമ്മൾ പറഞ്ഞു താഴെ വരുന്തോറും അതിന്റെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നു, അപ്പൊ അതിന്റെ വലിപ്പം കൂടുകയാണ്. അപ്പൊ വലിപ്പം കൂടുന്നതോറും ഷെല്ല് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്താൽ എന്ത് ചെയ്തു? അത് ഇലക്ട്രോ പോസിറ്റീവ് ആയി മാറും, ലോഹ സ്വഭാവം കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആദ്യകാല ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. മെറ്റലും നോൺ മെറ്റലായി ക്ലാസിഫൈ ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? കുറച്ച് ജർമാനിയം, ആന്റിമണി പോലുള്ള ആൾക്കാർക്കൊക്കെ 2 സ്വഭാവം കാണിച്ചു, മെറ്റലിനെയും നോൺ മെറ്റലിനെയും കാണിച്ചു. അപ്പോൾ അതെന്ത് ചെയ്തു? വേറൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ കൊണ്ടുവന്നത് ഡോബറൈനർ ട്രയാഡ്സ് പറഞ്ഞു. ഡോബറൈനർ ട്രയാഡ്സിൽ എന്താ പറഞ്ഞത്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, ആറ്റോമിക മാസ് കൂടുന്നതനുസരിച്ച് മൂലകങ്ങളെ എഴുതി വെച്ചു. മൂലകങ്ങൾ എന്ത് ചെയ്തു? ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങളെ ഒരു ഗ്രൂപ്പാക്കി. ആ ഗ്രൂപ്പിനെ ട്രയാഡ് എന്ന് പേര് വിളിച്ചു. പിന്നെ എന്താ പറഞ്ഞത്? ഇങ്ങനെ ട്രയാഡ് എന്ന് പേര് വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ മൂന്ന് മൂലകങ്ങൾ ഒറ്റ ഗ്രൂപ്പ് ആക്കിയല്ലോ. അപ്പൊ ആദ്യത്തെ മൂലകത്തിന്റെയും അവസാനത്തെ മൂലകത്തിന്റെയും സം എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതിന്റെ മീൻ കാണുമ്പോൾ, അതിന്റെ ശരാശരി കാണുമ്പോൾ നടുവിലുള്ള മിഡിൽ എലമെന്റിന്റെ ആറ്റോമിക് മാസ് ആണ് കിട്ടുക എന്ന് പറഞ്ഞു അല്ലെ. ഇതാണ് ഡോബറൈനർ ട്രയാഡ്സ്. ഡോബറൈനർ ട്രയാഡ്സിൽ എന്താ സംഭവിച്ചത്? എല്ലാ മൂലകങ്ങളും ഇതേപോലെ ട്രയാഡ്സ് ആക്കി അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ പിന്നീട് വന്ന ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിൽ എന്താ പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെ മൂലകങ്ങൾ എഴുതി വെച്ചു. അപ്പൊ എഴുതിയ സമയത്ത് എന്ത് സംഭവിച്ചു? ഒരേ സ്വഭാവമുള്ള എലമെന്റ്, അതായത് ആദ്യത്തെ എലമെന്റിന്റെ അതേ സ്വഭാവത്തെ മൂലകത്തിന്റെ അതേ സ്വഭാവം ഉള്ള മൂലകത്തെ ഒരു 8 എലമെന്റ്, ആദ്യത്തെ സ്വഭാവമുള്ള മൂലകത്തിന്റെ അതേ സ്വഭാവം തന്നെ 8ാമത്തെ എലമെന്റ് മൂലകം കാണിച്ചു എന്ന് പറഞ്ഞു. ഒരു സാരിഗമ പ ദ നിസ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മ്യൂസിക് നോട്ട് പോലെ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആറ്റോമിക് മാസ് 40 വരെയുള്ള മൂലകം മാത്രമേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈ മോഡൽ എന്ത് ചെയ്തു? നള്ളിഫൈ ചെയ്തു പോയി. പിന്നെ വന്നതാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ. മെൻഡലീവ് പീരിയോഡിക് ടേബിളിൽ എന്താണ്? ഓരോ മൂലകത്തിനെയും അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ, ആറ്റോമിക് മാസ് കൂടുന്നതനുസരിച്ച് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? എഴുതിയ സമയത്ത് എന്ത് ചെയ്തു? ഗ്രൂപ്പ് പീരീഡ് ഒക്കെ ആയിട്ട് ടേബിൾ വരച്ച് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അതിൽ എത്ര പീരീഡ് ആണ്? താഴെ പറഞ്ഞു 6 പീരീഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു, 8 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ മെറിറ്റ്സ് ഉണ്ടായിരുന്നു. മെൻഡലീവ് മൂലകങ്ങളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കൂടുന്ന രീതിയിൽ എഴുതുക മാത്രമല്ല ചെയ്തത്, ഒരേ പ്രോപ്പർട്ടി ഉള്ള, ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ ഒറ്റ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എംഫസൈസ് ചെയ്തത്. അദ്ദേഹം കൂടുതൽ എംഫസൈസ് കൊടുത്തത് എവിടെയാണ്? ഒരേ സ്വഭാവമുള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ
ഈ മോഡൽ എന്ത് ചെയ്തു പിന്നീട് തള്ളിക്കളഞ്ഞു. കാരണം എന്താണ്, ഹൈഡ്രജന് പൊസിഷൻ കൊടുത്തില്ല, ഐസോടോപ്പുകൾക്ക് പൊസിഷൻ കൊടുത്തില്ല, പിന്നെ അനോമലസ് ആയിട്ടുള്ള കുറച്ച് പെയേഴ്സ് ഫൗണ്ട് ചെയ്തു, നമ്മൾ ടെലൂറിയം അയഡിനൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഇത് നള്ളിഫൈ ചെയ്തു. വന്ന മോഡലാണ് നമുക്കിപ്പോ പറയുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. അതിലെന്തായിരുന്നു, ആറ്റോമിക് മാസ് അല്ല, ആറ്റോമിക നമ്പർ വെച്ചിട്ടാണ് മൂലകങ്ങൾ അറേഞ്ച് ചെയ്തത്. അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു, ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ, ഒരു പ്രത്യേക ഇന്റർവെൽ, ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ, ഒരേ സ്വഭാവമുള്ള എലമെന്റ്സ് മൂലകങ്ങൾ പിന്നെയും കണ്ടു. അപ്പൊ അവരൊക്കെ ഒരു ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത സമയത്ത് മോഡേൺ പീരിയോഡിക് ടേബിൾ, ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ഗ്രൂപ്പിന്റെയും സ്പെഷ്യാലിറ്റീസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മെറ്റലുകൾ, റൈറ്റ് സൈഡിൽ നോൺ മെറ്റലുകൾ, ലോഹങ്ങൾ, വലതുവശത്ത് അലോഹങ്ങൾ, പിന്നെ ഡയഗണലി ഉപലോഹങ്ങളെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 1, 2, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഒറ്റ പേര് വിളിച്ചു, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, പ്രധാന ഗ്രൂപ്പ് എന്ന് വിളിച്ചു. പിന്നെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചു. പിന്നെ ട്രാൻസിഷൻ എലമെന്റ്സിൽ തന്നെ 6, 7 പീരീഡിൽ വരുന്നവരെ നമ്മൾ വേറൊരു പേര് വിളിച്ചു, ഇന്റർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ ആറ്റോമിക് സൈസ്, പീരിയോഡിക് ട്രെൻഡുകളാണ് പറഞ്ഞത്, ആവർത്തന പ്രവണതകൾ. ആറ്റോമിക് സൈസ് എന്താണ്? ആറ്റോമിക് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ആറ്റോമിക് സൈസ് എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എങ്ങനെയാണ് പീരീഡിൽ, എങ്ങനെയാണ് ഗ്രൂപ്പിൽ? പീരീഡിൽ നേരെ പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യാണ്, പീരീഡിൽ നേരെ പോകുന്തോറും നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പീരീഡിൽ നേരെ പോകുമ്പോൾ. ഗ്രൂപ്പിൽ താഴെ വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടി കൂടി വരികയാണ്. കാരണം എന്താണ്, ഗ്രൂപ്പിൽ താഴെ പോകുന്നതോറും ഷെല്ലിന്റെ നമ്പർ കൂടുന്നുണ്ട്, ഷെല്ലിന്റെ നമ്പർ കൂടുമ്പോൾ അട്രാക്ഷൻ കുറയും, അട്രാക്ഷൻ കുറയുമ്പോൾ സൈസ് കൂടും. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ലോഹ സ്വഭാവം എങ്ങനെയാണ്? ലോഹ സ്വഭാവം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, ഒരു ആറ്റം അതിന്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട്, ഒരു ആറ്റം ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ അതിന് എന്ത് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. അതിന് നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി പറയും. ഇലക്ട്രോ പോസിറ്റിവിറ്റി പറഞ്ഞ എന്താണ്, മെറ്റാലിക് ക്യാരക്ടർ ആണ്. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സ്വീകരിച്ച്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് നോൺ മെറ്റാലിക് ക്യാരക്ടർ, അതായത് ഇലക്ട്രോ നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞു. മെറ്റാലിക് ക്യാരക്ടർ, ലോഹ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. പീരീഡിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞത്, ലോഹ സ്വഭാവം കുറയുകയാണ്, ഇടതുനിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഗ്രൂപ്പിൽ മേലെന്ന് താഴോട്ട് വരുന്തോറും എന്താണ്, ലോഹ സ്വഭാവം കൂടി കൂടി വരികയാണെന്നാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ താങ്ക് യു ഓൾ, എല്ലാവരും നന്നായി പഠിക്കുക.